ബിഗ് ബോസ് സീസൺ 7ൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു എലിമിനേഷൻ നടക്കുകയാണ്. നമ്മളുടെ ശാരിക, ശൈത്യ, ഒനിയൽ, അക്ബർ, റന, ഷാനവാസ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ആരാ പുറത്തു പോകുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല. പക്ഷേ ശാരികയാണെന്നാണ് ഒരു 99% പുറത്തുള്ള വോട്ട് വന്നിരിക്കുന്നത് ആൾക്കാർ പറയുന്നത്. ശാരിക നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. കാരണം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് ആ ഡെഡ് സോണിൽ പോയതിന് ശേഷം നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് ആക്റ്റീവായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന ഒരാളെയൊക്കെ പുറത്ത് വിടാൻ പാടില്ലായിരുന്നു. ഇനി നമ്മുടെ രേണുസുതിയാണോന്ന് അറിയത്തില്ല. കാരണം രേണുസുതി ഇപ്പോൾ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് പോകണം ലാലേട്ടാ, എനിക്ക് വയ്യ, ബിഗ് ബോസേ എന്നെ പുറത്ത് വിട്, എൻ്റെ ട്രീറ്റ്മെൻറ്റ് തലയുടെ ശരിയായില്ല, അതായത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊരു ട്വിസ്റ്റ് ബിഗ് ബോസിനെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളറിയാം, നമുക്ക് ഈ പ്രാവശ്യം എല്ലാം ട്വിസ്റ്റാണ് ബിഗ് ബോസിന് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ ഇന്ന് 2-3 പ്രമോ നിൽക്കുന്നതിൽ ഒരു പ്രമോയിൽ അടിപൊളി, എന്താ ലാലേട്ടൻ്റെ ഒരു ഭംഗി പറയാണ്ട് വയ്യ. ഈ ഏജ് ഈ മനുഷ്യനെ എവിടെയോ കൊണ്ട് കെട്ടിവെക്കുന്നത്, എന്തൊരു ഭംഗിയാണ് ഈ മനുഷ്യനെ കാണാനായിട്ട്. എന്താ ഒരു സ്റ്റൈല്, എന്താ ഒരു നടപ്പും വരവോ, അത് പറയാതെ ഒന്ന് കാണാൻ കൊതിയ കേട്ടോ. നിങ്ങൾക്കും കൊതി ഉണ്ടായിരിക്കുമല്ലേ? എനിക്ക് ഭയങ്കര കൊതിയാണ് ആളെ ഒന്ന് കാണാൻ. അപ്പം ലാലേട്ടൻ അങ്ങനെ ഒരു പൂപ്പാട്ടുമായിട്ട് വരുന്നുണ്ട്. ഓണമല്ലേ, ഓണത്തിൻ്റെ ഒരു പൂപ്പാട്ടുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ രമ്യ നമ്പീശ പാടിയേക്കുന്ന ഒരു പാട്ടുമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇന്നത്തെ വേറെ ഒരു വലിയ രസമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്ബർ കുറേ കോമഡി പാട്ട് പാടുന്നുണ്ട്. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ നീ നിൻ്റെ സന്തോഷം, ജീസയിൽ മോള് ജയിലിൽ വന്നപ്പോഴോ നീലിൻ്റെ ആഹ്ലാദം, തെയ്യന്തര 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 തെയ്യതൈ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് ബിന്നിയെക്കുറിച്ച് പാടുന്നുണ്ട്. ബിന്നി ബിന്നി കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരിയല്ലേ, കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ. ഇത് പാടുമ്പം ബിന്നി ഇരുന്നിങ്ങനെ നോക്കുക. എൻ്റെ പാട്ടൊന്നും അത്ര കൊള്ളത്തില്ല കേട്ടോ. ബിന്നി ഇരുന്നിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ ബിന്നിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല. ഏതായാലും അത് അടുത്തത് ഇനി അതിനേക്കാൾ വലിയൊരു പാട്ടാണ്. രേണു എന്ത് കാണിക്കുമോ ആവോ, ഇന്ന് തന്നെ ഈ പാട്ട് കെട്ടിച്ചിറങ്ങി പോകുമെന്നറിയത്തില്ല പാവം. പേൻ 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 എൻ്റെ തലയിൽ നിറയെ പേൻ, അത് ആരുടെ തലയാണ് അനുമോളെ എന്നും പറഞ്ഞൊരു പാട്ട് അതും പാടുന്നുണ്ട്. എന്താകും രേണുസുതിയുടെ കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ അടുത്തൊരു പ്രമോ എന്ന് പറഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാർ റിയാലിറ്റിയിൽ വന്നേക്കുന്ന ഒരു പ്രമോ ഉണ്ട്. ഹിന്ദി ബിഗ് ബോസിൻ്റെ 19 ഹിന്ദി ബിഗ് ബോസ് ഇന്ന് സ്റ്റാർട്ടാവുകയാണ്. അതിൻ്റെ ലോഞ്ചിങ് ആണ്. ആ വീടൊന്ന് കാണേണ്ടതാ മക്കളെ. അവർ ഹോം ടൂർ കൊടുത്തിരിക്കുന്നത് ഒരാളെയോ 2 പേരെയോ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലോ മാത്രമല്ല, എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയും വിളിച്ചും യൂട്യൂബേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് ആ വീടിൻ്റെ അവർ ഫുൾ ഹോം ടൂർ കൊടുത്തേക്കാണ്. അടിപൊളി വീടെന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും ഇതിന് മുടക്കുന്നത്. എന്താ ഒരു ഭംഗി, ഒരു വനത്തിന് നടുവിലൊരു വീട് നിന്നാലുള്ള ഒരു ഭംഗി അമേസിങ് ആണ് കേട്ടോ. പിന്നെ ബിഗ് ബോസ് ഹിന്ദിയുടെ അവരുടെ ഒരു ബുദ്ധി പറയാതെ വയ്യ. ബിഗ് ബോസൊക്കെ തന്നെയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരെന്താ ചെയ്തിരിക്കുന്നത്, ആൾക്കാരെ, അതായത് അവരുടെ ഒരു അറ്റൻഷൻ അതിനകത്തോട്ട് ഇടണം. ഷോ വലിയ രീതിയിൽ പോകണം. അതിനുവേണ്ടി അവർക്ക് റീച്ച് കിട്ടാവുന്നതിൻ്റെ മാക്സിമം റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും വിളിച്ച് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ മലയാളത്തിലെ പോലെയല്ല, എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ്. അടിപൊളിയാണ്. നമ്മൾ വേറെ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ അതിൻ്റെ ഒരു അപ്ഡേഷനൂടെ തരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരുന്നോളുക. എല്ലാവരും ഓണാഘോഷത്തിനൊക്കെ തയ്യാറെടുത്തോ. എല്ലാവരും അടിച്ച് പൊളിച്ച് ഓണമൊക്കെ ആഘോഷിക്കും കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നമസ്കാരം.